സ്റ്റെപ്സ് ഓഫ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ. ടെസ്റ്റ് കൺസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടെസ്റ്റ് കൺസ്ട്രക്റ്റ് ചെയ്യുക, അതായത് ഒരു ടെസ്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടെസ്റ്റ് ഉണ്ടാക്കുന്നതിന് കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ജനറൽ ആയിട്ടുള്ള സ്റ്റെപ്സാണ് ഇവിടെ പറയുന്നത്. ഈ ജനറൽ സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് പ്രിലിമിനറി ഡിസിഷൻസ് എടുക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഒരു ടെസ്റ്റ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ആരെയാണ്, അതായത് ഏത് പോപ്പുലേഷനെയാണ് നമ്മൾ എയിം ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ ഒരു ടെസ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ജനറൽ സ്റ്റെപ്സിൽ വരുന്നതാണ് പ്ലാനിങ് ഓഫ് ദ ടെസ്റ്റ്, റൈറ്റിംഗ് ഐറ്റംസ് ഓഫ് ദ ടെസ്റ്റ്, preliminary administration, reliability of the final test, validity of the final test, preparation of norms for the final test, preparation of manual and reproduction of the test. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റെപ്സ് വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് പ്ലാനിങ് ആണ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ടെസ്റ്റ് ഈസ് കെയർഫുൾ planning. At this stage, the test constructor specifies the board and the specific objectives of the test in clear terms. അതായത് ഒരു ടെസ്റ്റ് കൺസ്ട്രക്ടർ ഒരു ടെസ്റ്റിൻ്റെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ഹി ഡിസൈഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ കണ്ടൻറ്റ് or items to be included, the type of instructions to be included, the method of sampling, a detailed arrangement for the preliminary administration and final administration, a probable length and time limit for the completion of the test, probable statistical methods to be adopted, etc. അതായത് ഇത്രയും കാര്യങ്ങൾ ഈ പ്ലാനിങ്ങിൽ കൺസ്ട്രക്ടർ ഡിസൈഡ് ചെയ്യണം. അതായത് ഏത് നേച്ചറിലുള്ള കണ്ടൻറ്റാണ് സെലക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഏത് ടൈപ്പാണ്, സാമ്പിളിങ് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷനും ഫൈനൽ അഡ്മിനിസ്ട്രേഷനും എവിടെ ചെയ്യണം, ഏത് മെത്തേഡിൽ ചെയ്യണം, പിന്നെ ഒരു പ്രോബബിൾ ആയിട്ടുള്ള ലെങ്ത്ത്, അതുപോലെ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം ലിമിറ്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഏതൊക്കെ യൂസ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളെല്ലാം ഈ ഒരു പ്ലാനിങ്ങിൽ കൺസ്ട്രക്ടർ ഡിസൈഡ് ചെയ്ത് വെക്കണം. Writing down the items. The second step in test construction is the preparation of the items of the test. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ദ ഐറ്റംസ് ആണ്. ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സിംഗിൾ ക്വസ്റ്റ്യൻ ഓർ ടാസ്ക് ദാറ്റ് ഈസ് നോട്ട് ഓഫൻ ബ്രോക്കൺ ഡൗൺ ഇൻ ടു എനി സ്മാളർ യൂണിറ്റ്സ്. അതായത് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ക്വസ്റ്റ്യനാണ് നമ്മൾ ഐറ്റം എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യനെയറിലെ ഒരൊറ്റ ഐറ്റത്തിനെ നമ്മൾ ഒരു ഒറ്റ ക്വസ്റ്റ്യനെ നമ്മൾ ഒരു ഐറ്റം എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് എത്ര ഐറ്റംസ് വേണോ അത്ര ഐറ്റംസ് നമ്മൾ എഴുതി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത്. നമ്മൾ ഫസ്റ്റ് പ്ലാനിങ് സ്റ്റെപ്പിൽ നമ്മൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതെങ്കിൽ ഒബ്ജക്റ്റീവ് ഐറ്റംസാണ് നമ്മൾ എഴുതേണ്ടത്. അതിനനുസരിച്ചിട്ടുള്ള ആൾട്ടർനേറ്റീവ് റെസ്പോൺസും നമ്മൾ എഴുതേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എസ് എ ടെസ്റ്റ് ആണെങ്കിൽ എസ് എ ഐറ്റംസ് വേണം എഴുതാൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തത്, ഏത് ടെസ്റ്റാണ് പ്ലാൻ ചെയ്തത് അതനുസരിച്ചിട്ടുള്ള ഐറ്റംസ് വേണം നമ്മൾ എഴുതാൻ. ഐറ്റം റൈറ്റിംഗ് ഇസ് എസെൻഷ്യലി എ ക്രിയേറ്റീവ് പാർട്ട്. ഐറ്റം റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യമാണെന്ന് നമുക്ക് പറയാം. അതുപോലെ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഐറ്റം റൈറ്റേഴ്സ് ഇൻറ്റ്യൂഷൻ, ഇമാജിനേഷൻ, എക്സ്പീരിയൻസ്, പ്രാക്ടീസ്, എക്സെട്ര. ഐറ്റം എന്ന് പറയുന്നത് അത് എഴുതുന്ന ആളുടെ ഇൻറ്റ്യൂഷനും ഇമാജിനേഷനും എക്സ്പീരിയൻസും ഒക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഐറ്റം ഉണ്ടാവുന്നത്. ഈ ഗുഡ് ഐറ്റംസിന് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, ദ ഐറ്റം റൈറ്റർ മസ്റ്റ് ഹാവ് എ ത്രൂ നോളജ് ആൻഡ് കംപ്ലീറ്റ് മാസ്റ്ററി ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ. അതായത് ഫസ്റ്റ് പറയുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ ഐറ്റം എഴുതുന്ന ആൾക്ക് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള നല്ല ഒരു അറിവുണ്ടായിരിക്കണം. അദ്ദേഹത്തിന് മാസ്റ്ററി ഉണ്ടായിരിക്കണം. അതിൻ്റെ ഫാക്ട്സ് എന്തൊക്കെയാണ്, പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ബാക്കിയുള്ള മിസ്കൺസെപ്ഷൻസ്, ഫാലസീസ്, കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം റൈറ്റർ. സെക്കൻഡ് വൺ, ദ ഐറ്റം റൈറ്റർ മസ്റ്റ് ബി ഫുള്ളി അവെയർ ഓഫ് ദോസ് പേഴ്സൺസ് ഫോർ ഹൂം ദ ടെസ്റ്റ് ഈസ് മെൻറ്റ്. അതായത് നമ്മൾ ആർക്കാണോ ഈ ടെസ്റ്റ് ചെയ്യുന്നത് അയാളെ കുറിച്ചിട്ട് നല്ല അറിവ് ഉണ്ടായിരിക്കണം.
അതായത് അവരുടെ ഇൻ്റലിജൻസ് ലെവലിനെ കുറിച്ചിട്ടുള്ളൊക്കെ അവെയർ ആയിരിക്കണമെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഐറ്റംസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുള്ളൂ. Third one, the item writer must be familiar with different types of items along with their advantages and disadvantages. അപ്പോൾ തേർഡ് വൺ പറയുന്നത് എന്താ വെച്ചാൽ ഐറ്റം റൈറ്റർ ഐറ്റംസിനെ കുറിച്ചും ഫെമിലിയർ ആയിരിക്കണം. അതായത് ഏതൊക്കെ ടൈപ്സ് ഓഫ് ഐറ്റംസ് ആണുള്ളത്, അവയുടെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, അതുപോലെ തന്നെ ഗുഡ് ഐറ്റംസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്, ഐറ്റം റൈറ്റ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള എറേഴ്സ് ഏതൊക്കെയാണ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ നല്ല അവെയർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഗുഡ് ഐറ്റംസ് എഴുതാൻ കഴിയുള്ളൂ. Then fourth, the item writer must have a large vocabulary. അതായത് ഐറ്റം റൈറ്റർക്ക് വൊക്കാബുലറി ഉണ്ടായിരിക്കണം. അതായത് ലാംഗ്വേജ് യൂസ് ചെയ്യാനുള്ളൊരു കഴിവ്. ഒരു വേർഡ്സിൻ്റെ തന്നെ ഡിഫറെൻറ്റ് മീനിങ്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജസിൽ ഐറ്റംസ് എഴുതാൻ കഴിയണം. ഇതും ഗുഡ് ഐറ്റം റൈറ്ററുടെ ഒരു ക്വാളിറ്റിയാണ്. Fifth, after writing down the items, they must be submitted to a group of subject experts for their criticism and suggestions, which must then be duly modified. നമ്മൾ ഐറ്റംസ് റൈറ്റ് ചെയ്തതിന് ശേഷം ഇതെല്ലാം നമ്മൾ സബ്ജക്റ്റ് എക്സ്പേർട്സിനെ കൊണ്ടുപോയിട്ട് കാണിക്കണം. എങ്കിൽ അവരുടെ ക്രിറ്റിസിസംസ്, അവരുടെ സജഷൻസ് ഇതൊക്കെ നമ്മൾ കണക്കിലെടുത്തിട്ട് നമുക്കതിൽ വീണ്ടും മോഡിഫിക്കേഷൻ വരുത്താം. അതിനുശേഷം നമ്മളത് ഫൈനലായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ ഈ ഡിഫിക്കൽട്ടി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ്, preliminary administration or the experimental tryout. When the items have been written down and modified in the light of the suggestions and criticisms given by the experts, the test is said to be ready for the experimental tryout. അതായത് നമ്മളുടെ ഐറ്റംസ് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ സബ്ജക്റ്റ് എക്സ്പെർട്ടിനെ കാണിച്ചിട്ട് അവരുടെ സജഷൻസും ക്രിറ്റിസിസും ഒക്കെ വെച്ചിട്ട് മോഡിഫൈ ചെയ്തതിന് ശേഷം അത് നമ്മൾ എക്സ്പെരിമെൻ്റൽ ട്രൈ ഔട്ടിന് കൊടുക്കുകയാണ്. അതായത് ഒരു ട്രയൽ നടത്തുകയാണ്. അതാണ് തേർഡ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എക്സ്പെരിമെൻ്റൽ ട്രൈ ഔട്ട് നടത്തുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഫൈൻഡിങ് ഔട്ട് ദ മേജർ വീക്ക്നെസ്സസ്, ഒമിഷൻസ്, ആംബിഗ്യൂറ്റീസ് ആൻഡ് ഇനാഡിക്വസീസ് ഓഫ് ദ ഐറ്റംസിൽ ഏതെങ്കിലും വീക്കായിട്ടുള്ളതുണ്ടോ, എന്തെങ്കിലും ഒമിഷൻസ് സംഭവിച്ചിട്ടുണ്ടോ, ക്ലിയർ അല്ലാത്തതുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് അതാണ്. അതുപോലെ ടു ഈസി ആയിട്ടുള്ളത് ഏതാണ്, ടു ഡിഫിക്കൽട്ടി ആയിട്ടുള്ളത് ഏതാണ്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു പർപ്പസാണ്. അതുപോലെ ഡിറ്റർമൈനിങ് ദ വാലിഡിറ്റി ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഐറ്റം. ഓരോ ഇൻഡിവിജ്വൽ ഐറ്റത്തിൻ്റെയും വാലിഡിറ്റി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഡിറ്റർമൈനിങ് ദ ഡിഫിക്കൽട്ടി വാല്യൂസ് ഓഫ് ഈച്ച് ഐറ്റം. അത് മൊത്തം ആ ഒരു ടെസ്റ്റിൻ്റെ ഡിഫിക്കൽറ്റി മാത്രമല്ല, ഓരോ ഐറ്റത്തിൻ്റെയും ഡിഫിക്കൽറ്റി വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ഡിറ്റർമൈനിങ് എ റീസണബിൾ ടൈം ലിമിറ്റ് ഓഫ് ദ ടെസ്റ്റ്. ആ ഒരു ടെസ്റ്റിന് എത്ര ടൈം എടുക്കുന്നുണ്ട്, ഏകദേശം എത്ര ടൈം വരും എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാം. ദെൻ ഡിറ്റർമൈനിങ് ദ അപ്രോപ്രിയേറ്റ് ലെങ്ത് ഓഫ് ദ ടെസ്റ്റ്. ആ ഒരു ടെസ്റ്റിൻ്റെ അപ്രോപ്രിയേറ്റ് ലെങ്ത്ത് ഡിറ്റർമൈൻ ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾക്കതിൽ കുറേ ഐറ്റംസ് വരുന്നുണ്ടെങ്കിൽ ഫൈനലിൽ നമ്മൾ എത്ര ഐറ്റംസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് പ്രിലിമിനറി കൊണ്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഇൻ്റർ കോറിലേഷൻസ് ഓഫ് ഐറ്റംസ്, അതായത് ഏതെങ്കിലും ഐറ്റംസ് ഒരേ മീനിങ് വരുന്നതോ ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്നതോ ഉണ്ടെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ദെൻ വാഗ്യൂനെസ് ആൻഡ് വീക്ക്നെസ് ഓഫ് ഇൻസ്ട്രക്ഷൻസിൽ എന്തെങ്കിലും ക്ലിയർ അല്ലാത്തതുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, മാറ്റിയിട്ട് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കാം ഫൈനലിൽ. ഇത്രയും കാര്യങ്ങളാണ് പർപ്പസായിട്ട് വരുന്നത്. ദെൻ കൊണാട്ട് 1951 അദ്ദേഹം എക്സ്പെരിമെൻ്റൽ ട്രൈ ഔട്ടിനെ 3 അതർ ടെസ്റ്റുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ഫസ്റ്റ് ടെസ്റ്റിൻ്റെ എയിം എന്ന് പറയുന്നത് to detect any gross
defects, ambiguities and omissions in items and instructions. ഇൻസ്ട്രക്ഷൻസിലോ അല്ലെങ്കിൽ ഐറ്റംസിലോ എന്തെങ്കിലും ഡിഫക്റ്റുകളോ ആംബിഗിറ്റീസോ എമിഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ടെസ്റ്റ്. അപ്പോൾ ഈ ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 100. ഓക്കെ. അപ്പോൾ ഈ ടെസ്റ്റിന് അദ്ദേഹം പ്രീ ട്രൈ ഔട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് 100 ആളുകളിൽ കുറയാൻ പാടില്ല. ഈ ഒരു ടെസ്റ്റിൻ്റെ എയിം എന്ന് പറയുന്നത് ഡിറ്റക്റ്റ് എനി ഡിഫക്ട്സ് ഓർ ഒമിഷൻസ് ഇൻ ഐറ്റംസ് ഓർ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ. Second preliminary administration is to provide data for item analysis. ഓക്കെ. അപ്പോൾ സെക്കൻഡ് പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഐറ്റം അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് എക്സാമിനേഴ്സ് എന്ന് പറയുന്നത് അറൗണ്ട് 400 ആണ്. ഈ ഒരു ടെസ്റ്റിന് അദ്ദേഹം ദ ട്രൈ ഔട്ട് പ്രോപ്പർ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. Then third preliminary administration is carried out to detect any minor defects that may not have been detected by the first two preliminary administration. അപ്പോൾ തേർഡ് പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷൻ വരുന്നത് മറ്റ് രണ്ട് ടെസ്റ്റുകളിലും കണ്ടുപിടിക്കപ്പെടാത്ത എന്തെങ്കിലും മൈനറായിട്ടുള്ള എന്തെങ്കിലും ഡിഫക്ട്സുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് തേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടെസ്റ്റിന് അദ്ദേഹം ഫൈനൽ ട്രയൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. തേർഡ് പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷന് എ കൈൻഡ് ഓഫ് ഡ്രസ് റിഹേഴ്സൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. ബിക്കോസ് ഇറ്റ് പ്രൊവൈഡിങ് എ സോർട്ട് ഓഫ് ഫൈനൽ ചെക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സ്പെരിമെൻ്റൽ ട്രൈ ഔട്ടിൽ വരുന്നത്. The next, reliability of the final test. When on the basis of the experimental or empirical tryout, the test is finally composed of the selected items, the final test is again administered on a fresh sample in order to compute the reliability coefficient. നമ്മൾ എക്സ്പെരിമെൻ്റൽ ട്രൈ ഔട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഐറ്റംസൊക്കെ ഫൈനലി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എഗെയിൻ ഒരു ടെസ്റ്റും കൂടി അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഒരു ഫ്രഷ് സാമ്പിളിനാണ്. ഇതുവരെ നമ്മൾ ഉപയോഗിക്കാത്തൊരു സാമ്പിളിനായിരിക്കും നമ്മളത് കൊടുക്കുന്നത്. അത് ചെയ്യുന്നത് നമുക്ക് റിലയബിലിറ്റി കോഎഫിഷ്യൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 100. There are three common ways of calculating reliability coefficient. Reliability coefficient കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് 3 മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത് സാധാരണ. നെയിമിൽ ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ്, സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ്, ദ ഇക്വാലൻറ്റ് ഫോം മെത്തേഡ്. ഇങ്ങനെ ടെസ്റ്റ് മെത്തേഡ്, സ്പ്ലിറ്റ് ഹാഫ്, ഇക്വാലൻറ്റ് ഫോം, അങ്ങനെ 3 മെത്തേഡ്സാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഉപയോഗിക്കുന്ന വേറെ 2 മെത്തേഡ്സാണ് കുദർ റിച്ചർഡ്സൺ ഫോർമുലാസ് ആൻഡ് ദ റൂളം ഫോർമുല. ഇതെല്ലാം നമ്മൾ റിലയബിലിറ്റി കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് വാലിഡിറ്റി ഓഫ് ദ ഫൈനൽ ടെസ്റ്റ്. Okay, validity refers to what the test measures and how will it measures. വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് എന്താണ് മെഷർ ചെയ്യുന്നത്, അതായത് ആ ഒരു ടെസ്റ്റ് വാലിഡ് വൺ ആണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ വാലിഡിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് വാലിഡിറ്റി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനുള്ള ഡാറ്റ നമ്മൾ ഐറ്റം അനാലിസിസിന് എടുത്ത ഡാറ്റ തന്നെ നമുക്കിതിന് യൂസ് ചെയ്യാം. അപ്പോൾ വാലിഡിറ്റി മെയിനായിട്ട് 3 ടൈപ്സാണ് പറയുന്നത്: കണ്ടൻറ് വാലിഡിറ്റി, കൺസ്ട്രക്റ്റ് വാലിഡിറ്റി ആൻഡ് ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി. അപ്പം ഈ വാലിഡിറ്റീസ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂഷ്വലി ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സാണ് പിയേഴ്സൺ കോറിലേഷൻ, ബൈസീരിയൽ കോറിലേഷൻ, പോയിൻ്റ് ബൈസീരിയൽ, കൈ സ്ക്വയർ, ഫൈ കോഎഫിഷ്യൻ്റ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വാലിഡിറ്റി ഓഫ് ദ ഫൈനൽ ടെസ്റ്റ് കണ്ടുപിടിക്കുന്നത്. Then next, norms of the final test. Finally, the test constructor also prepares norms of the test.
Norms are defined as the average performance or score of a large sample representative of a specified population. അപ്പോൾ നമ്മൾ ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലാനിങ് നടത്തി, അത് കഴിഞ്ഞിട്ട് ഐറ്റംസ് ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് റൈറ്റ് ചെയ്തു. ദെൻ എക്സ്പെരിമെൻ്റൽ ട്രയൽ, അതായത് ഒരു ട്രയൽ കൊടുത്തു, ട്രയൽ അഡ്മിനിസ്ട്രേഷൻ കൊടുത്തു. അതിനുശേഷം പിന്നെ ഐറ്റംസിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വേണം അതൊക്കെ വരുത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ റിലയബിലിറ്റി ചെക്ക് ചെയ്തു. ദെൻ റിലയബിലിറ്റി കഴിഞ്ഞിട്ട് വാലിഡിറ്റി നോക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നോംസാണ്, അതായത് റൂൾസ്. അപ്പോൾ നോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്പെസിഫൈഡ് പോപ്പുലേഷനിൽ നിന്ന് ഒരു ലാർജ് സാമ്പിൾ അതിൽ നിന്ന് റെപ്രസെൻ്റ് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ ആവറേജ് പെർഫോമൻസ്, അതിനെയാണ് നമ്മൾ നോംസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കോളേജ് സ്റ്റുഡൻസിനെയാണ് നമ്മൾ പോപ്പുലേഷനാക്കി എടുത്തിട്ടുള്ളത് എങ്കിൽ നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസിനെ മാത്രം ഒരു കോളേജ് സ്റ്റുഡൻസ് എന്നതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അവരുടെ പെർഫോമൻസിൻ്റെ ആവറേജ്, അതിനെയാണ് നമ്മൾ കോളേജ് സ്റ്റുഡൻസിൻ്റെ നമ്മൾ ഏതൊരു ടെസ്റ്റാണ് ചെയ്യുന്നത് അതിൻ്റെ നോം ആക്കിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി കോമൺ ടൈപ്സ് ഓഫ് നോംസ്: ഏജ് നോംസ്, ഗ്രേഡ് നോംസ്, പെർസെൻറ്റൈൽ നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ് സ്കോർ നോംസ്. അപ്പോൾ ഇങ്ങനെ കോമൺ ആയിട്ട് 4 ടൈപ്സ് നോംസ് ഉണ്ട്. അപ്പോൾ ഈ നോംസ് എല്ലാം ഒന്നും എല്ലാ ടെസ്റ്റുകൾക്കും സ്യൂട്ടബിൾ ആവില്ല. അപ്പോൾ നമ്മളുടെ ടെസ്റ്റിൻ്റെ പർപ്പസ് അനുസരിച്ചിട്ട് നമ്മൾ ഏത് ടൈപ്പാണോ സ്യൂട്ടബിൾ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. Then the last step is preparation of manual and reproduction of the test. The last step in test construction is the preparation of manual of the test. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വരുന്നത് മാനുവൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടെസ്റ്റ് കൺസ്ട്രക്ടർ റിപ്പോർട്ട്സ് ദ സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ ടെസ്റ്റ്, നോംസ് ആൻഡ് റെഫറൻസസ്. അപ്പോൾ ടെസ്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മാനുവലിൽ ആഡ് ചെയ്യും. അപ്പോൾ this gives clear indication regarding the procedures of the test administration, scoring methods, time limits. അപ്പോൾ നമ്മൾ ആ ഒരു ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, പ്രൊസീജിയർ എങ്ങനെയാണ്, സ്കോറിങ് മെത്തേഡ്, എത്ര ടൈം എടുക്കും അതിന്, പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസേഷൻ, സാമ്പിൾ, റിലയബിലിറ്റി, വാലിഡിറ്റി, പ്രാക്ടിക്കൽ കൺസിഡറേഷൻസ്, ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ മാനുവലിൽ ആഡ് ചെയ്യണം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഈ ഒരു ടെസ്റ്റിനെ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ്റെ സ്റ്റെപ്സായിട്ട് വരുന്നത്.